നമ്മുടെ ഇടവകയുടെ എല്ലാ കാര്യങ്ങൾക്കായിട്ടും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൈക്കാരനെയും ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം നമ്മുടെ കൂട്ടായ്മ മാത്രമല്ല, നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ എല്ലാ ഗ്രൂപ്പുകളുടെയും കോർഡിനേറ്ററായിട്ട് എവിടെയും എപ്പോഴും നമ്മൾ വിളിച്ചാലും നമ്മളോടൊപ്പം വരികയും സ്നേഹത്തോടെയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോർഡിനേറ്ററിനെയും ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ നിമിഷം നമ്മുടെ ആനിമേറ്റേഴ്സിൻ്റെയൊക്കെ ഒരു ലീഡർഷിപ്പ് എന്ന നിലയിൽ നമ്മളോടൊപ്പം കൂടി വന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒന്നാം കൂട്ടായ്മയുടെ ആനിമേറ്റേഴ്സിൻ്റെ ലീഡറായ ബഹുമാനപ്പെട്ട ശ്രീമതി മെയിൻ ടീച്ചറിനെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഇന്നിവിടെ മറ്റുള്ള ഏവരെയായാലും നമ്മുടെ ഈ സംഗമത്തിൻ്റെ ഇന്നത്തെ ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വിളിച്ചവരിൽ എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷയോട് വീണ്ടും ഞാൻ എല്ലാവർക്കും നന്ദിയും അതോടൊപ്പം തന്നെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു ജോസഫ്. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ഫാദർ റൊസാരിയോ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയ സുപ്പീരിയർ അമൃത സിസ്റ്റർ, ബഹുമാനപ്പെട്ട കൈക്കാരൻ, കോർഡിനേറ്റർ മാഗി ടീച്ചർ, സ്നേഹമുള്ള എല്ലാ ആനിമേറ്റർമാരെ, സ്നേഹമുള്ള 7ാം കുടുംബ യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളെ, മറ്റ് ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളെ, ഇന്ന് രാവിലെ അറിയിപ്പിൻ്റെ സമയം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഒരു ദിവസം ദേവാലയത്തിനുള്ളിലിരിക്കുമ്പോൾ ഒരു വ്യക്തി എൻ്റെ സമീപത്തേക്ക് വന്നു. എന്നിട്ട് ആ വ്യക്തി എന്നോട് ചോദിച്ചതാണ്, നമ്മുടെ സിമിത്തേരിയുടെ വിങ്ങിലുള്ള നമ്മുടെ കൊച്ചു ത്രേസ്യായുടെ രൂപം കാണിച്ചുകൊണ്ട് ചോദിച്ചു, അച്ഛാ അതാരാണ്? ഞാൻ ഒരുപക്ഷെ എന്നെ പരിഹസിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, അറിയാതെ സംശയം ചോദിച്ചതെന്ന് ഞാൻ വിചാരിച്ചു വെറുതെ തമാശയ്ക്ക് ചോദിക്കുന്നതായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. ശശി വീണ്ടും എന്നോട് ചോദിച്ചു, മാതാവാണോ അത്? ഞാൻ പറഞ്ഞു, അല്ല, അത് കൊച്ചു ത്രേസ്യയാണ്. പിന്നീട് ആരാണെന്നതിനെപ്പറ്റി ഞാൻ വിശദമായി വിശദീകരിച്ചു കൊടുത്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ ഒരു ചിന്ത മനസ്സിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ പൊതുവെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഡയറിയിൽ എഴുതി വയ്ക്കും. അതിലെഴുതി വെച്ചതാണ് അടുത്ത ആനിമേറ്റർമാരുടെ മീറ്റിങ്ങിൽ ഇങ്ങനൊരാഗ്രഹം പ്രകടമാക്കണമെന്ന്. കാരണം നമ്മുടെ രൂപങ്ങളെല്ലാം പൊടി പിടിച്ച് മാറാതെയൊക്കെ ഇടിച്ചിരിക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും അതിനെ ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന ചിന്ത. ആ വ്യക്തി ആരാണെന്ന് ഞാനങ്ങ് മറന്നുപോയി. പക്ഷേ ഇന്നേ ദിവസമാണ് ആ വ്യക്തി തന്നെ വന്നതിനോട് പറഞ്ഞു, ഞാനാണത് പറഞ്ഞതെന്ന്. ഒത്തിരി സന്തോഷം ഇന്ന് ഈ ഒരു കൂട്ടായ്മ ഇവിടെ കാണുന്നത്. മറ്റൊന്നിനുമല്ല, കഴിഞ്ഞ 3ാം കുടുംബ കൂട്ടായ്മ അവരുടെ ഇങ്ങനെയുള്ള വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥ തിരുനാൾ ആഘോഷിച്ച അന്ന് രാത്രി അവരോട് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. പലപ്പോഴും അടിസ്ഥാന ക്രൈസ്തവ സമൂഹം, അതായത് ഇപ്പോൾ BCC എന്ന് പറയും, ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയും, നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ ആ രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുക. അപ്പോസ്തല